രാത്രിയാത്രാ നിരോധനമുള്ള ബന്ദിപ്പൂർ വനപാതയിൽ തുരങ്കപാതയുടെ സാധ്യത പഠിക്കാൻ വിദഗ്ധ സമിതി. കേന്ദ്ര ഗതാഗത വകുപ്പിന്റെയും റെയിൽവേ വകുപ്പിന്റെയും ഉന്നത ഉദ്യോഗസ്ഥരാണ് അംഗങ്ങൾ. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ സെൻട്രൽ റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിൽ നിന്നുള്ള 105 കോടി രൂപയുടെ 4 പദ്ധതികൾക്ക് അംഗീകാരം നൽകി. കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി വയനാട് MP പ്രിയങ്ക ഗാന്ധിയെയാണ് ഇക്കാര്യം അറിയിച്ചത്. ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി ചേരുന്നത് കോഴിക്കോട് നിന്ന്. ദീപക്, ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് എന്തായാലും ഈ രാത്രിയാത്രാ നിരോധനമുള്ള വനപാതയിലൂടെ തുരങ്കപാതയുടെ സാധ്യത പഠിക്കാൻ വിദഗ്ധ സമിതി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴാണ് ഈ പഠനം ആരംഭിക്കുക? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് വിശദാംശങ്ങൾ? പ്രഭിത, ഇത് മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾ, അതുപോലെ രാത്രിയാത്രാ നിരോധനമുള്ള ബന്ദിപ്പൂർ വനമേഖലയിലെ രാത്രിയാത്ര സാധ്യമാകുന്നതിനുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഇത് എന്ന് നമുക്ക് കരുതാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് വയനാട് MP-യെ ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. അവർ നേരത്തെ കൊടുത്ത നിവേദനത്തിൻ്റെ തുടർച്ചയായാണ് അറിയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഈ ബന്ദിപ്പൂർ വനമേഖലയിലൂടെ നിലവിൽ കടന്നുപോകുന്ന ഈ നെഞ്ചങ്കോട് റെയിൽപാതയ്ക്ക് സമാന്തരമായി അതായത് രാത്രിയാത്രാ നിരോധനത്തെ മറികടക്കാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു തുരങ്കപാത വേണമെന്ന ആവശ്യം ശക്തമായിരുന്നു. ആ തുരങ്കപാത വേണമെന്ന ആവശ്യം പരിഗണിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതാ പഠനം നടത്താൻ വേണ്ടി വിദഗ്ധ സമിതിയെയാണ് റെയിൽവേയിലെയും അതുപോലെ സർഫസ് ട്രാൻസ്പോർട്ടിലെയും വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമിതിക്കാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം രൂപം നൽകിയിരിക്കുന്നത്. അത് രൂപം നൽകിയെന്ന വിവരം MP പ്രിയങ്ക ഗാന്ധിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെയാണ് നേരത്തെ പ്രവിധ പറഞ്ഞതുപോലെ 105 കോടിയുടെ പദ്ധതികൾ, റോഡ് പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടത് കോഴിക്കോട് ജില്ലയിൽ അടിവാരത്തുള്ള 4-ാം വളവുമായി ബന്ധപ്പെട്ടതാണ്. 4-ാം വളവിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രശ്നം, മണ്ണിടിച്ചൽ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു റോഡ് സംവിധാനത്തിന് അനുമതി നൽകിയിരിക്കുന്നു. അതിന് ഉപരിതല ഗതാഗത വകുപ്പ് PWD CPWDക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഇതുകൂടാതെ ഇതുൾപ്പെടെ 4 പദ്ധതികൾക്കുള്ള അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രവിധ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.